പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാപമോചനം എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. മനുഷ്യ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അതെ, നാം ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് പകരമായി നന്മകൾ തുടർന്ന് ചെയ്യുക. എങ്കിൽ ആ തെറ്റുകളെ അത് മായ്ച്ചു കളയും. അള്ളാഹുവിൻ്റെ റസൂൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു ഉപദേശമാണിത്. അതിബിഉ സയ്യിഅത അൽ ഹസനത തംഹുഹ. തെറ്റിനെ തുടർന്ന് ഒരു നന്മ പ്രവർത്തിക്കുക, അത് അതിനെ മായ്ച്ചു കളയും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആല ഇംറാനിൽ പറയുന്നു മുത്തഖീങ്ങളായ കൂട്ടരെക്കുറിച്ച്, അല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം. ഒരു കൂട്ടരാണ് അവർ ഒരു തിന്മ പ്രവർത്തിക്കുകയോ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കുകയും അവരുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു അല്ലാതെ ആരാണ് പാപമോചനം കൊടുക്കുവാനായിട്ടുള്ളത്? പിന്നീട് അവർ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയുമില്ല, അവർ അറിഞ്ഞുകൊണ്ട്. അതെ, അതാണ് വേണ്ടത്. നാം ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂൽ 100 തവണയോളം ഒരു ദിവസം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിരുന്നു. അപ്പോൾ പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കുകയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യുക. നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങി ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും നമുക്ക് അള്ളാഹു പാപമോചനത്തിനായി ഒരുക്കി തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധ റമളാൻ പാപങ്ങളെ മുഴുവൻ കരിച്ചു കളയുന്ന ഈ മാസം നമുക്ക് നമ്മുടെ സമയം ഒട്ടും കളയാതെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് നടന്നു നീങ്ങുവാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്നുമുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടുക എന്ന് അള്ളാഹു നമുക്ക് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം കാത്തുവെച്ചിട്ടുണ്ട്. റയ്യാൻ കവാടത്തിലൂടെ നോമ്പുകാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഈ നോമ്പുകാരായി നമുക്ക് സാധിക്കുമെങ്കിൽ നോമ്പ് മുഴുവൻ നോൽക്കുകയും അതുപോലെ ആ മാസത്തെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ഖുർആൻ പാരായണത്താലും ദിക്ർ ദുആകളാലും നമ്മുടെ രാവും പകലും നാം സജീവമാക്കണം. അള്ളാഹു അതിനായി എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ 100ഓളം തവണ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പാപമോചനത്തിന് തേടിയിട്ടുണ്ടെങ്കിൽ നാം എത്ര തവണ പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി തുടങ്ങിയ പ്രാർത്ഥനകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്തിഗ്ഫാറിന് വേണ്ടി നാം എപ്പോഴും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.